ക്രൂശിത ഞങ്ങളങ്ങയെ കുമ്പിട്ടായിരം സ്തോത്രം പാടുന്നു. ക്രൂശിത ഞങ്ങളങ്ങയെ കുമ്പിട്ടായിരം സ്തോത്രം പാടുന്നു. യേശുവിന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു: സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ ആലയം അതെത്ര മനോഹരമാകുന്നു. അന്യസ്ഥലത്ത് 1000 വർഷങ്ങൾ പോയി വസിക്കുന്നതിനേക്കാൾ, ഉണ്ടും ഉറങ്ങിയും കിടക്കുന്നതിനേക്കാൾ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ ഭവനം അതെത്ര മനോഹരമാകുന്നു. ഈ വിശുദ്ധ സങ്കീർത്തനം, ഇതിന്റെ അഭിഷേകം നിന്റെ ചെറിയ ഭവനത്തിൽ വരുമ്പോൾ, നീ ഓസ്ട്രേലിയയിലാണെങ്കിലും ജപ്പാനിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ഭവനത്തിൻ്റെ അഭിഷേകം, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ഭവനത്തിൻ്റെ അനോയിൻറ്റിങ് നിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ, നിന്റെ ഈ ഭവനം അതൊരു മാളിക, ഒരു മുറി, അപ്പാർട്ട്മെന്റ് ദൈവത്തിൻ്റെ സാന്നിധ്യമായി മാറും. ഇന്ന് നിന്റെ വീട് കല്ലും മണ്ണും കരിങ്കൽ കട്ടയുമാണ്. അവിടെ ആഹാരമുണ്ട്, പക്ഷേ വിരുന്നില്ല. അവിടെ കണ്ടുമുട്ടലുണ്ട്, പക്ഷെ കൂട്ടായ്മയില്ല. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ ആലയം അതെത്ര മനോഹരമാകുന്നു. മീവൽ പക്ഷികൾ ഇടവിടാതെ ചേക്കേറുന്ന, ചിറകടിക്കുന്ന, പ്രാവ് തൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്ന, ബലിപീഠത്തിൽ അവ സന്തോഷത്തോടെ പറന്നു കളിക്കുന്ന ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വിശുദ്ധമായ ഒരു സാന്നിധ്യം, അനോയിൻറ്റിങ് നിന്റെ വീട്ടിലേക്ക് ദൈവം അയക്കട്ടെ. നിങ്ങളുടെ ഭവനത്തെ സങ്കീർത്തനം 84 അഭിഷേകത്താൽ കർത്താവ് റുഷ്മ ചെയ്യട്ടെ. ആമേൻ. ആമേൻ. ആമേൻ.